Assalamualaikum, welcome back. അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ, കുട്ടീസിന് സ്കൂൾ ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിക്കേണ്ട തിരക്കിലായിരിക്കും എല്ലാവരും. എന്നാലും ചിലരെങ്കിലും നമ്മൾ കഴിഞ്ഞ വർഷത്തെ ബാഗ് തന്നെ യൂസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. അപ്പോൾ ഞാൻ ആ ഒരു കൂട്ടത്തിൽ പെട്ട ആളാണ്. കാരണം നമ്മുടെ ഫൈസിക്കുട്ടിന്റെ ബാഗ് കഴിഞ്ഞ വർഷത്തേന് വലിയ കുഴപ്പമൊന്നുമല്ല, യാതൊരു കംപ്ലൈന്റും ഇല്ല കേട്ടോ. കാരണം UKG ഒരു പകുതിയൊക്കെ ആയ ടൈമിലാണ് നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ മുന്നേ വാങ്ങിച്ചത് പൊട്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ 2 മാസത്തോളം ആയല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അടിയിൽ ഇതാ പൂപ്പലൊക്കെ പിടിച്ചിട്ടുള്ളതാണ്. കുറച്ച് കളറും കാര്യങ്ങളൊക്കെ മങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാഗിനെ ഒന്ന് പുതുപുത്തനാക്കി എടുത്താലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പും ഇത് കഴുകേണ്ട രീതിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് തുറന്ന് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കാം. അപ്പൊ ഞാനൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ഗ്ലാസ് അളവിൽ നമ്മുടെ വിനീഗർ ആണ്, സുർക്ക കേട്ടോ. അതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, കാരണം നമുക്ക് ഈ ഒരു ബാഗ് മുങ്ങി കിടക്കണമല്ലോ. അതുകൊണ്ട് തന്നെ 1 ഗ്ലാസ് എന്തായാലും എടുക്കണം കേട്ടോ. ഇനി ഒന്നിൽ കൂടുതൽ ബാഗൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ അളവിൽ നമ്മൾ വിനീഗർ എടുക്കാൻ നോക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സോഡാ പൊടിയാണ്. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ, അത്യാവശ്യം വലിയ സ്പൂണാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്പൂണിന്. അപ്പോൾ നമ്മൾ സോഡാപ്പൊടി വിനീഗറൊക്കെ ഒഴിക്കുന്ന സമയത്ത് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. വെയിലിൻ്റെ ഇതുകൊണ്ട് നിങ്ങൾക്ക് അധികം കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് സോപ്പ് പൊടിയാണ് കേട്ടോ. സോപ്പ് പൊടിനേക്കാൾ ഒന്നും കൂടി നല്ലത് നമ്മൾ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ലിക്വിഡാണ് നല്ലത്. അപ്പോൾ ഇന്ത്യയിൽ ഇല്ലാഞ്ഞിട്ട് ഞാൻ സോപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സോപ്പ് പൊടി ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു ബക്കറ്റിന്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗം വെള്ളം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളമാണ്. നല്ല ചൂടുള്ള വെള്ളം ആ ഒരു നേരത്തെ ഒഴിച്ച വെള്ളമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൈയൊക്കെ തൊട്ടാൽ പൊള്ളാൻ പറ്റാത്ത ആ ഒരു ലൈറ്റ് ചൂടുണ്ടല്ലോ, ആ ഒരു ചൂടായിട്ട് മാറും കേട്ടോ. ആ ഒരു ചൂടിൽ വേണം നമ്മൾ ബാഗ് മുക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമ്മൾ തിളച്ച വെള്ളത്തിൽ ബാഗ് മുക്കി വെക്കരുത് കേട്ടോ, അത് ബാഗ് കംപ്ലൈന്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒഴിച്ചതിന് ശേഷം ഒന്ന് തൊട്ട് വെക്കാം കേട്ടോ. ഇപ്പൊ ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ചും കൂടി പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പൊ ഇത് നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും ഇതിലേക്ക് ഒന്ന് കുതിർത്ത് വെക്കാം കേട്ടോ. അപ്പത്തേക്കും ഞാനിപ്പോ ഏകദേശം 1.5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഏകദേശം ആ ഒരു റെഡ് കളറൊക്കെ നല്ലോണം കാണുന്നുണ്ട്. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച വെള്ളത്തിന്റെ കളർ ഉണ്ടല്ലേ, അത്രയും കറുപ്പായിട്ടുണ്ട്. കാരണം അത്രയും ഇതിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഇളകി പോന്നിട്ടുണ്ട്. നമുക്കിത് അരച്ച് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് തിരുമണ കള്ളിക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ തിരുമണ സോപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒരു ചകിരിയിലോ അല്ലെങ്കിൽ ബ്രഷിലോ നമ്മൾ ഷർട്ടിന്റെ കോളറൊക്കെ ക്ലീൻ ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതോ വെച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ജസ്റ്റ് നമ്മൾ ഒരുപാട് മല്ലിക്കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അത് ഓൾറെഡി നമ്മൾ വേഗമൊക്കെ കുതിർന്ന് അതിലത്തെ ചെളിയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ്. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ബാഗിലെ ചെളിയും അഴുക്കും കാര്യങ്ങളും ഒക്കെ പോകും കേട്ടോ. ആ ഒരു ബാഗിന്റെ ശരിക്കുള്ള കളറ് നന്നായിട്ട് തന്നെ പുറത്തേക്ക് വരും കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കിയ ശേഷം ഞാനിതൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കഴുകുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, ആ ഒരു ചെളിയും കാര്യങ്ങളൊക്കെ നല്ലോണം പോയിട്ട് നമ്മൾ പുതിയ ബാഗ് പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴയ ബാഗൊക്കെ യൂസ് ചെയ്യുന്നവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നമ്മൾ നോർമലി ബാഗ് കഴുകുന്നതിനേക്കാൾ ഒന്നും കൂടി ക്ലീൻ ആയിട്ട് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ 1-2 പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ബാഗൊക്കെ നല്ലോണം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് അതിലിങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് അതിലും ക്ലീൻ ആയിട്ട് കിട്ടും. വാഷ് മെഷീനിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇങ്ങനെ കൈവച്ച് വരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതിൽ തന്നെ ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യാലോ. അപ്പൊ ഇവിടെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു, പിന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ വെയിലത്ത് വെച്ച് നന്നായിട്ട് തന്നെ ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ബാഗൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. താങ്ക് യു.